ഇസ്ലാമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ കർക്കശമായ നിലപാട് അതങ്ങ് മുറുകെ പിടിക്കുന്നു. ഫറളും സുന്നത്തുമായിട്ട് അതാ മുറുകെ അങ്ങ് പിടിക്കുന്നു. ഗൗസുൽ ആലം തങ്ങള് ആ മാർഗത്തിലേക്ക് അങ്ങ് എത്താനുള്ള കാരണം എന്ത്? പ്രിയമുള്ളവരെ, ദിനംപ്രതി തന്റെ ഫർള് നിസ്കാരത്തിനു ശേഷം അവിടുന്ന് ഖുർആൻ ഓതലിന് ശേഷം ദിനംപ്രതി 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച സുൽത്താൻ അതാ മഹാനായ ഖുത്ബുൽ അഖ്താബ് അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനെയാണ് നാരായണ ഗുരുവിനോട് ഈ സമുദായത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു വിഭാഗം പേര് പറഞ്ഞിവിടെ മലീമസമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാരായണ ഗുരുവിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ആ മഹാനുഭാവനെ ഉപമിക്കുമ്പോൾ ദിനംപ്രതി 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാൻ, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി ഈ സമൂഹത്തിന് ഹയാത്താക്കിയ ജീവൻ ഒടിപ്പിച്ച മഹാൻ, വലിയ സ്ഥാനമാനം അല്ലാഹു കൊടുക്കുന്നു. ഏതുവരെ ബല്ലേ നീലത്തി നോം എന്നെ വിളിപ്പോർക്കു വൈകോ ഉടാതുത്തി രം ചെയ്യും ഞാനെന്നോവർ റളിയൽ ഇലാഹു അൽ ശൈഖി മുഹയ്യിദ്ദീൻ ജി നാമിൻ കുല്ലി ആഫാതി ദാറൈനി. ഖുത്ബുൽ അഖ്താബ് തങ്ങള് ഉന്നതമായ ശ്രേണിയിലേക്ക് അങ്ങ് കൈപിടിച്ച് അല്ലാഹു ഉയർത്താൻ കാരണമെന്താ? ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടും ആ പരീക്ഷണങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി. ആ 40 വട്ടം ജനാബത്തുണ്ടായി ലേ, 40 വട്ടം ജനാബത്തുണ്ടായാറ്, 40 വട്ടം ഓരോരാ കുളിച്ചോവർ. 40 വട്ടം വലിയ ശുദ്ധി ഉണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കുണ്ടായാലോ? അതാ നമ്മൾ ഓർക്കും എന്താണെങ്കിലും സുബ്ഹിക്ക് കുളിച്ചാൽ പോരെ എന്ന്. ആ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ള മഹാനവരകട കർക്കശത അത് അല്ലാഹു അങ്ങ് പരീക്ഷിച്ചു. 40 വട്ടം വരെ പരീക്ഷിച്ചു. മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ നദിയിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കുന്നു. വീണ്ടും കയറി വരുന്നു. മഹാനവറുകൾക്ക് സ്ഖലനമുണ്ടാകുന്നു. വീണ്ടും കുളിക്കുന്നു. 41ാമത്തെ വട്ടമെങ്ങാണം മഹാനവറുകൾ അതാ കുളിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തോടെ തന്നെ വിട പറയുമായിരുന്നെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ, ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ ഓർക്കുക, മഹാനായ സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന വിളിക്ക് അതേ സ്പോട്ടിൽ അങ്ങ് ഉത്തരം നൽകുന്നു. എവിടെ നിന്ന് വിളിക്കുന്നു അവിടുന്ന് ആ ഉത്തരം നൽകുന്നു. ഖുത്ബുൽ അഖ്താബ് തങ്ങൾ ഏത് സ്പോട്ടിലാണോ അവിടുന്ന് ഹയാത്ത് കാലത്തും അതേ, അവിടുന്ന് വഫാത്തിന് ശേഷവും അതേ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലോ അത് ഭയങ്കര പവർ, മരണപ്പെട്ടാലോ അത് അതിനേക്കാൾ പവർ. മഹാന്മാർ അവർ മരണപ്പെട്ടവരാണെന്ന് അങ്ങനെ ഒരു ധാരണയെ നമുക്ക് വേണ്ട. ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ ഹിജറ 555 സഫർ മാസം 3 ഒരു സംഭവം നടന്നു. എന്തെന്നറിയുമോ? മഹാനവറുകളതാ ബഗ്ദാദ് ഷരീഫിലാണ്. ശിഷ്യന്മാരൊക്കെ നോക്കി നിൽക്കുന്നു. ആ സമയത്ത് അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വുളൂ ചെയ്തു. വുളൂ ചെയ്താൽ നനവോടെ വരുന്നു. എന്നിട്ട് അവിടുന്ന് മെതിയടി എടുത്ത് അതാ വളരെ വിദൂരത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് എറിഞ്ഞു. ഒരെണ്ണം. രണ്ടാമത്തെ മെതിയടിയും എടുത്തു. അതാ എടുത്ത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് അങ്ങ് എറിഞ്ഞു. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല സംഭവം എന്തെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണെന്ന് ചോദിക്കാനും അവർക്ക് കഴിയുന്നില്ല. 23 ദിവസം കഴിഞ്ഞു. 23ാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു സംഗമതാ കടന്നു വരുന്നു. കടന്നു വന്നിട്ടതാ മഹാനായ ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ മെതിയടി കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുന്നു. മഹാനവറുകളുടെ മെതിയടി കൊണ്ടുവന്നങ്ങ് മുമ്പിൽ വെച്ചു. അവർക്കതാ കൂടിരുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്തെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ
വന്ന സമൂഹത്തോട് സംഘത്തോട് ശിഷ്യന്മാർ കാര്യമന്വേഷിക്കുന്നു. എന്തെന്ന് അവരതാ വിവരിക്കുന്നു. ഞങ്ങൾ യാത്രാ സംഘമായിരുന്നു. വളരെ വിദൂരതയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കച്ചവട സംഘമായി പോയി തിരിച്ചു വരുമ്പോൾ കൊള്ളക്കാർ ഞങ്ങളെ പിടികൂടി. ഞങ്ങളുടേതാ സാധനങ്ങൾ പിടിച്ചു പറിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അതാ അവർ കൊന്നുകളയുകയും ചെയ്തു. ഒരാളെ അവരങ്ങ് കൊന്നുകളയുകയും ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് മഹാനായ ശൈഖ് ജീലാനി എന്നറിയപ്പെടുന്ന മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിത കാലഘട്ടമാണ് കേട്ടോ. മഹാനവറുകളുടെ ഹളറത്തിലേക്ക് ഞങ്ങളൊരൽപ്പ പൈസ ഞങ്ങളൊരു നേർച്ചയങ്ങ് നിയ്യത്താക്കി. ആ നിയ്യത്താക്കിയ ഉടനെ തന്നെ വലിയ താമസം വന്നില്ല. അതാ വലിയൊരു ശബ്ദമുണ്ടായി. എന്താണ് ശബ്ദമെന്ന് ഞങ്ങളെന്ന് ചെന്ന് നോക്കുമ്പോൾ കൊള്ളക്കാരിൽപ്പെട്ട വലിയ രണ്ട് പ്രമുഖർ അതാ വലിയൊരു അട്ടഹാസം പോലെ വലിയൊരു ശബ്ദം കേട്ടു. രണ്ടുപേർ അതാ മലർന്നടിച്ച് കിടക്കുകയാണ്. രണ്ട് മെതിയടി അവിടെ കിടപ്പുണ്ട്. രണ്ടുപേർ മലർന്നടിച്ച് കിടക്കുന്നു. രണ്ട് മെതിയടിയും അവിടെ കിടക്കുന്നു. കൊള്ളസംഘം വന്നുകൊണ്ടതാ ഇവരോട് മാപ്പ് പറയുന്നു. എന്തെന്നറിയുമോ? ഞങ്ങൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്യണം കേട്ടോ, ഞങ്ങളിൽ വന്ന പിഴവുകൾ പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞതെല്ലാം തിരിച്ചേൽപ്പിക്കുന്നു. അതാ അവരതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അവർ ഈ സംഘത്തോട് വിവരം പറയുന്നു. ഈ സംഘം പറയുന്നു, ആ മെതിയടിയാണിത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ശൈഖ് ജീലാനിയുടെ ഹളറത്തിലേക്ക് നേർച്ചയാക്കിയ സമയം അത് ബഗ്ദാദിന്റെ മദ്രസത്തുൽ മുദഫറിയായിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരിൽ പ്രമുഖ നായകനുണ്ടല്ലോ, അഖ്താബുകളുടെ നായകൻ ഖുത്ബുൽ അഖ്താബ് ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. തങ്ങള് അവിടെ നിന്നുകൊണ്ട് ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങ് വിളിച്ചപ്പോൾ അതേ അറിയുന്നു. ബഗ്ദാദിലിരുന്നു കൊണ്ട് ഖുത്ബുൽ അഖ്താബ് തങ്ങൾ അറിയുന്നു. അവിടുന്ന് വുളൂ ചെയ്തുകൊണ്ട് വന്ന് ആ നനഞ്ഞ മെതിയടി അതുപോലെ എറിയുന്നു. മഹത്തുക്കളാ വന്ന കച്ചവട സംഘം പറയുന്നു, ഞങ്ങൾ ചെന്നു നോക്കുമ്പോൾ രണ്ട് നനഞ്ഞ മെതിയടി അത് അതുപോലെ തന്നെ നനഞ്ഞിരിക്കുന്നു. ആ രണ്ട് മെതിയടി എന്ന് രണ്ടുപേരുടെയും ശരീരത്തടിച്ചു. രണ്ടുപേരും മറിഞ്ഞു വീഴുന്നു. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വല്ലേ നീലത്തി എന്നെ വീളിപ്പോർക്ക് വൈകോ ഓടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടെ നിന്നുകൊണ്ട് എന്നെ വിളിച്ചാലും അതേ സ്പോട്ടിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുമെന്ന് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ പ്രഖ്യാപനം. ഖാദി മുഹമ്മദ് തങ്ങളത് അതാ മുഹീദ്ദീൻ മാലയിലൂടെ വിവരിക്കുന്നുവെങ്കിൽ അത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രമല്ല.